എല്ലാവർക്കും നമസ്കാരം. നല്ല ഒരു തൊഴിൽ, നല്ല ഒരു ജോലി ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക. ഇന്ന് നിരവധിയായ ചെറുപ്പക്കാർ, നിരവധി പഠനങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള നിങ്ങൾ പഠിച്ചത് എന്തുമായിക്കോട്ടെ, അത് +2 മുതൽ മുകളിലോട്ട് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, നിരവധി ടെക്നിക്കൽ ട്രേഡുകൾ, BTech, MBA, അങ്ങനെ നിരവധി കോഴ്സുകൾ ഒക്കെ കഴിഞ്ഞും ഡ്രോപ്പ് ഔട്ടായിട്ടും ഒരുപാട് ചെറുപ്പക്കാർ നാളുകളുടെ വാഗ്ദാനങ്ങൾ ഇന്ന് വെറുതെ ഇരുന്ന് സമയം കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വഭാവം പല വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നത് പലർക്കും അറിയില്ല. പക്ഷേ ആഗ്രഹം തീവ്രമാണെങ്കിൽ, നിങ്ങളൊരു ജോലി കൃത്യമായ രീതിയിൽ മാന്യമായ ഒരു തൊഴിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഠിച്ചത് എന്തുമാകട്ടെ, ഈ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതം മറ്റൊരു ലെവലാവും. യാതൊരു സംശയമില്ല. ഇത് ചെറുപ്പക്കാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ നിർബന്ധമായും കാണുക. ഉറപ്പാണ്. കേവലം 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയും നാൾ ഒരു ജോലിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടി ലഭിക്കത്തക്ക രീതിയിൽ കൃത്യമായി ലഭിക്കുന്ന ഒരു മേഖലയെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ BJ പ്രകാശ്. കഴിഞ്ഞ 10-35 വർഷക്കാലമായിട്ട് കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസൾട്ടൻ്റാണ്, ട്രെയിനറാണ്. ഒപ്പം തന്നെ നിരവധിയായ ഇൻഡസ്ട്രികളുടെ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റ് HSEയിൽ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ്. അതിൻ്റെ ഡയറക്ടറാണ്. ഒപ്പം ഒരു സൈക്കോളജിക്കൽ റിസർച്ചറാണ്, മെൻറ്ററാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സേഫ്റ്റിയായി ബന്ധപ്പെട്ട, മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ. അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് ഒരു തൊഴിൽ നേടാൻ അത് ആഗ്രഹമുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ചും വിദേശത്താണെങ്കിൽ, വളരെ നല്ല ഹാൻഡ്സം സാലറിയോടുകൂടി രക്ഷപ്പെടാൻ ഇത്രത്തോളം ഒരു കാലഘട്ടം ഒരുങ്ങിയ മറ്റ് സന്ദർഭങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ അഭ്യസ്തവിദ്യരായിട്ടുള്ള നിരവധി ആൾക്കാർ ഇതറിയാതെ പോകും. നമ്മൾ ഇന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത് മാത്രം എന്തെങ്കിലും ലഭിക്കും, ഇല്ലെങ്കിൽ നിരാശര പൂണ്ടിട്ട്, അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാതെ അലയുകയാണ്. അതെന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ സെൻറ്ററിലേക്ക് എത്തിയാൽ ഉറപ്പാണ്, ഇപ്പം നിങ്ങൾ പഠിച്ച BTechോ MBAയോ അല്ലെങ്കിൽ സാധാരണ +2ഓ ഗ്രാജുവേഷനോ അതിൽ നിന്ന് ജൽഭിക്കാവുന്ന തൊഴിലിലും അപ്പുറം എല്ലാ അർത്ഥത്തിലുള്ള ഒരു ഏണിങ്സിലേക്ക് എത്തുന്നു. പഠനം കാലഘട്ടമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ സ്വപ്നം എന്തായിരിക്കണം? നല്ല ഒരു വരുമാനമുള്ള പ്രൊഫഷണൽ ആകുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ മറക്കരുത്, നോട്ട് എ പ്രൊഫഷൻ. നമ്മൾ പലപ്പോഴും പ്രൊഫഷൻ കിട്ടിയാൽ മതി, ജോലി കിട്ടിയാൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. ജോലിക്കപ്പുറം ഒരു പ്രൊഫഷണലായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഡിമാൻഡാണ് എവിടെയും. അങ്ങനെ ഒരു പ്രൊഫഷണൽ സ്കിൽ ഉള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തൊഴിൽ മേഖലയെ സംബന്ധിച്ച് അറിയാതെ പോകുന്നതും നമ്മുടെ ചെറിയ സമയദോഷങ്ങളൊക്കെയാണ്. എന്താണ് ഈ സേഫ്റ്റിയിൽ ചെയ്യാനുള്ളത്? ഫിസിക്കലി നമുക്ക് വർക്ക് ചെയ്യാനൊന്നുമില്ല, ശരീരം കൊണ്ട് അധ്വാനിക്കാനൊന്നുമില്ല. പക്ഷേ ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നവരെയും അല്ലാത്തവരുടെയും എല്ലാ മേഖലകളിലും സുരക്ഷ എന്ന് പറയുന്ന സേഫ്റ്റി മാനദണ്ഡം കർശനമാണ് പല രാജ്യങ്ങളിൽ. അവിടെ സൂപ്പർവൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതനുസരിച്ച് റിസ്ക് അസസ്മെൻറ്റ്, സേഫ്റ്റി ഓഡിറ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് പേപ്പർ വർക്കുകൾ ആവശ്യമായിട്ടുണ്ട് ഓരോ കമ്പനിയുടെ പോളിസി അനുസരിച്ച്. ഇത് മാനേജ് ചെയ്യുന്ന മാനേജേഴ്സായിട്ട് വരുന്നവരാണ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഇതിനകത്ത് ഒരുപാട് ട്രേഡുകളുണ്ട്. ഈ ഒരൊറ്റ കോഴ്സിലൂടെ തന്നെ, ഈ 1 മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ തന്നെ, ഇതൊരു ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇതിലൂടെ തന്നെ സേഫ്റ്റി ഓഫീസർ, സേഫ്റ്റി സൂപ്പർവൈസർ, സേഫ്റ്റി മാനേജർ, HSE ഓഫീസർ, HSE എഞ്ചിനീയർ, ഇങ്ങനെ നിരന്തരം അനന്തമായ പോസ്റ്റുകളാണ്. പോലീസ് ഫോഴ്സിലെ പോസ്റ്റ് പോലെ തന്നെ. അപ്പോൾ ഇതിലൂടെ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ, അത് ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഒരു തൊഴിലിനെ പറ്റി ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഒരു ചുവടെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകാൻ. അതേതൊക്കെയാണ്? ഒന്ന്, മാന്യമായ വരുമാനം ഉണ്ടാകണം. മണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. മണി മാത്രം പ്രതീക്ഷിച്ച് പോയാലും അവിടെ നിരാശയും പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇന്നിപ്പോൾ IT മേഖലയിലൊക്കെ നിരവധി സമ്പത്ത് കിട്ടും, പൈസ കിട്ടും. 10-75 1 ലക്ഷം രൂപയൊക്കെ, 1.5 ലക്ഷം രൂപയൊക്കെ ഇനിഷ്യൽ കിട്ടുന്ന കമ്പനികളുണ്ട് IT മേഖലയിൽ. പക്ഷേ അതിനിരട്ടി ഉള്ള ലോഡുകൾ, ഫ്രസ്ട്രേഷൻസ്, ഇതെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും. ആരും 10 പൈസ വെറുതെ തരില്ലേ. അപ്പം മണി മാത്രമല്ല ഒരു പ്രൊഫഷനിൽ നിന്ന് നമ്മൾ കാക്ഷിക്കേണ്ടത്. ഏത് ജോലി ആയിക്കോട്ടെ, മണിയോടൊപ്പം തന്നെ ഇതോടെ പവർ വേണം, അധികാരം. ധനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ എല്ലാവരുടെയും ആവശ്യം എന്താ? പവറാണ്. ആ പവർ കിട്ടുന്നതായിരിക്കണം നിങ്ങൾക്ക് ജോലി. നമ്മളുടെ എപ്പോഴും ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് മാനസം കിട്ടുന്നതായിരിക്കണം നമ്മൾ
നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി. പലപ്പോഴും നമ്മുടെ മലയാളികൾക്കൊക്കെ ഒരു പ്രശ്നം എന്താ, ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പറ്റിയാൽ ആരുടെയെങ്കിലും മുകളിൽ ഇരുന്ന് ഭരിക്കാനാണ് നമ്മുടെയൊക്കെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില സവിശേഷത. അപ്പോൾ ഈ പ്രൊഫഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മാനേജർ കേഡറിലേക്ക്, സൂപ്പർവൈസർ കേഡറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ താഴെയാണ് മറ്റു പല എംപ്ലോയീസും. അപ്പോൾ അത് നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നതാണ് നിങ്ങൾ പഠിച്ച് ഏത് ട്രേഡിന് പോയാലും. പക്ഷേ അതല്ല, ഏറ്റവും ടോപ്പിൽ നിന്ന് പറഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ ഈ +2 കാരനായിരിക്കും ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസം. പക്ഷേ ഈ ഒരു പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ ലെവലിലേക്ക് എത്തും. അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അനിശ്ചിത്യമായ ഒരു സാന്നിധ്യമാണ് സേഫ്റ്റി മേഖലയ്ക്ക് വിദേശ രാജ്യങ്ങൾ. അവിടെ നിയമം വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡുകൾ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ കൃത്യമായി പഠിച്ച് പ്രാക്ടീസ് കിട്ടിയിട്ടുള്ള, ഉള്ളിൽ ആ ബോധ്യമുള്ള ഒരു വ്യക്തികൾക്ക് പോലും ജോലി കിട്ടാത്തതില്ല. ആ ജോലിയോ കേവലം ഒരു 80,000 രൂപ മുതൽ മുകളിലോട്ട് 1-1.5-2 ലക്ഷം രൂപ വരെ പ്രതിമാസം സാലറി ലഭിക്കാവുന്ന, തുടക്കത്തിലാണ് കേട്ടോ, അത്തരത്തിൽ സാധ്യത ഒരു മേഖലയാണ്. അതോ വ്യത്യസ്ത മേഖലകൾ, ഇൻഡസ്ട്രികളിലെന്ന് വെച്ചാൽ ഓയിൽ ഇൻഡസ്ട്രിയോ കെമിക്കൽ ഇൻഡസ്ട്രിയോ കൺസ്ട്രക്ഷൻ കമ്പനി, അത് കണക്ക് എവിടേക്കാണോ ഹ്യൂമൻ പ്രസൻസ് ഉള്ളത്. ഇപ്പോഴത്തെ UAE റൂളൊക്കെ അനുസരിച്ച് ഏകദേശം 30 പേര് വർക്ക് ചെയ്യുന്നിടത്തൊരു സേഫ്റ്റി സൂപ്പർവൈസർ വേണമെന്നുള്ളതാണ്. അപ്പം ഒരു 30-300 പേരൊന്നും അല്ലല്ലോ ഓരോ പ്രൊജക്റ്റുകളിൽ. വമ്പൻ പ്രൊജക്റ്റുകളിൽ 300-3000 3 ലക്ഷം ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ ട്രങ്കി പ്രൊജക്റ്റുകളൊക്കെയാണ്. അവിടെയൊക്കെ ഒരു സേഫ്റ്റി എഞ്ചിനീയറിങ്ങിൻ്റെ നെറ്റ്വർക്ക് തന്നെയാണ്. ഇവിടെ അനന്തമായ സാധ്യതയാണ്. ഇത് ഗൾഫിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ രംഗത്തുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ ഈ 1 മാസത്തെ കോച്ചിങ്ങിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് പ്രാക്ടിക്കലും കൊടുത്ത്, എന്തുകൊണ്ടാണ് നമുക്ക് പ്രാക്ടിക്കലി ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, 35 വർഷക്കാലമായിട്ട് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിരവധിയായ ഇൻഡസ്ട്രികളുടെ 32,000 പരം കമ്പനികളുടെ സേഫ്റ്റി ഓഡിറ്റ്, റിസ്ക് അസസ്മെൻറ്റ്, പിന്നെ അതോടൊപ്പം തന്നെ സേഫ്റ്റി പ്രൊഡക്ട്സ്, എക്യുപ്മെൻസിൻ്റെ സെയിൽസ്, സർവീസ്, ഇതെല്ലാം ഏറ്റെടുത്ത് നടന്നൊരു സ്ഥാപനം കൂടിയാണ്. അപ്പം ലൈവായിട്ട് പ്രാക്ടിക്കലി എന്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്ന ഒരു കമ്പനിയിൽ നിന്നേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. ഇന്നിപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏക കമ്പനി എന്ന് വേണമെന്ന് പറയാം, നിങ്ങൾ സെർച്ച് ചെയ്യാം. പലപ്പോഴും ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നിടത്ത് നമ്മൾ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അവർ നിരന്തരം നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തി എങ്ങനെയൊക്കെ അഡ്മിഷൻ എടുപ്പിക്കാൻ തോന്നുന്നു. അത് എല്ലാ രംഗത്തുള്ള കണക്ക് മാലിന്യങ്ങളുണ്ട്. എപ്പോഴും നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ജോയിൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. നിരവധിയായ കുറേ സർട്ടിഫിക്കറ്റുകൾ കൈ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ചെയ്യാൻ പോകുന്ന തൊഴിലിനെ പറ്റി വ്യക്തത ഉണ്ടായിരിക്കണം. ആ ഒരു സ്ഥാപനത്തിന് ഈ രംഗത്തുള്ള എക്സ്പീരിയൻസ്, നിങ്ങളവിടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് അഥവാ ജോലി കിട്ടിയാൽ തന്നെ ക്രോസ് വെരിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനൊരു പ്രസ്ഥാനം ഇത്ര ദീർഘനാളായിട്ടുള്ള റിലവൻസ് ആയിട്ടുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ അത് അവിടെ പ്രശ്നമാകും. കാരണം നിയമം അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിക്കോട്ടെ